guys, friends, welcome back to my channel FoodFor my wife. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു കടുമാങ്ങയാണ്. നമ്മൾ കേരളത്തിൻ്റെ പഴയ തനതായ രീതിയിൽ മാങ്ങ കണ്ടിച്ചിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ച ശേഷം വെള്ളം ഇറങ്ങിയ ശേഷം വെള്ളം നമ്മൾ ഒരു വട്ടിയിൽ ചൂറ്റി പിന്നെ വെയിലത്തിച്ച് ഉണക്കി എടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഒരു വീഡിയോ കാണാം. ഇതാണ് നമ്മുടെ കടുമാങ്ങ അച്ചാർ. നല്ല സൂപ്പർ അച്ചാറാണ്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ വിശദീകരിക്കാം. ഇത് നമ്മൾ മാങ്ങ കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് 2 മണിക്കൂർ വെച്ച് അപ്പോൾ വെള്ളം എല്ലാം ഇറങ്ങും. അതിനുശേഷം ഊറ്റി വെയിലത്തിട്ട് ഒരു മണിക്കൂർ ഉണക്കിയെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ വെള്ളമെല്ലാം പോയി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ മാങ്ങയുടെ വെള്ളമെല്ലാം പോയി കഴിഞ്ഞു. അതായത് 1.5 കിലോ ഉണ്ട്. അപ്പോൾ 1 മണിക്കൂർ നമ്മളിത് ഉണക്കാവും. കൂടുതൽ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ കടുമാങ്ങയല്ല, പിന്നെ അത് നമ്മൾ ഉണക്കി വയ്ക്കുന്ന വേറൊരു തരം അച്ചാറുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റായിരിക്കും ഇതിൻ്റെ ചേരുവകൾ. നമ്മളിവിടെ എല്ലാം പൊടിയാണ് എടുത്തിരിക്കുന്നത്. ജീരകം 1 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ചെടുത്തതാണ്. ഉലുവ അതും വറുത്ത് പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ. കടുക് വറുത്ത് പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ. കായം 1 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി 10 അല്ലിയാണ്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഉപ്പ് നമ്മൾ ആൾറെഡി മാങ്ങയിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ കടുക്, വറ്റൽമുളക് ഒരു 4 എണ്ണം. ഞാനിവിടെ മുളക് പൊടി ഇത് 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, കാര്യം മാങ്ങ കൂടുതലുണ്ടല്ലോ. പിന്നെ കറിവേപ്പില. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന എണ്ണയെന്ന് വെച്ചാൽ കടുകെണ്ണയാണ്. കടുകെണ്ണയാകുമ്പോൾ കൊളസ്ട്രോളൊന്നുമില്ല, നല്ല ടേസ്റ്റായിരിക്കും. ഞാൻ അസലിയാണ് എടുത്തിരിക്കുന്ന. ഹാത്തി കിട്ടിയാൽ ഹാത്തിയും നല്ലതാണ്. നിങ്ങൾക്ക് കടുകെണ്ണ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ നല്ലെണ്ണ, അതായത് എള്ളിൻ്റെ എണ്ണ കൊണ്ട് പിന്നെ അച്ചാറുണ്ടാക്കാം. ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയിൽ 150 ml കടുകെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ല ഹീറ്റാവണം കടുകെണ്ണ. നല്ല ഹീറ്റായതിന് ശേഷം അത് തണുത്തിട്ട് മാത്രമേ നമ്മൾ പിന്നെ ലോ ടു മീഡിയത്തിൽ വെച്ച് ഞാൻ കടുകിട്ടു, വെളുത്തുള്ളി ഇട്ടു. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മണം ഉണ്ടാവും, പച്ച മണം, അതിന് വേണ്ടിയാണ്. പിന്നെ വറ്റൽമുളക് ഒരു 4 എണ്ണം. കറിവേപ്പില ഞാൻ നന്നായിട്ട് ഇളകി കൊടുക്കാം. മുളക് പൊടി 5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതിൽ കാശ്മീരിയും മറ്റേ സാദാ മുളകുണ്ട്, രണ്ടും കൂടി ചേർത്തതാണ്. നന്നായിട്ട് ഇളക്കിക്കൊള്ളാം. അപ്പോൾ നമ്മൾ തീ വന്നിട്ട് ലോ ടു മീഡിയത്തിലാണ്. ഉലുവപ്പൊടി ഇട്ടു, ജീരകം, കടുക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം പൊടിയാണ്. കായപ്പൊടി, ഉപ്പ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ വന്നിട്ടിപ്പം ലോ ടു മീഡിയത്തിലാണ്, അതുകൊണ്ട് കരിയൊന്നുമില്ല. ഇനി നമുക്ക് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ പിന്നീട് ഇതിലുള്ള വെള്ളമൊക്കെ എല്ലാം ഇറങ്ങും. എത്ര നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയാലും കുറച്ച് വെള്ളം ഉണ്ടല്ലോ, 1 മണിക്കൂർ നമ്മൾ ഉണക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് വെള്ളം ഇറങ്ങും. ആ വെള്ളം മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ തണുത്ത ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ചൂടാക്കി തണുപ്പിച്ച് വീണ്ടും ഇതിൽ ചേർത്ത് വയ്ക്കാവുന്നതാണ്. അങ്ങനെ വെച്ചാൽ നല്ലതായിരിക്കും. ഈ അച്ചാർ കടുകെണ്ണയിൽ ഉണ്ടാക്കിയത് ഒരു 3 വർഷം വരെ ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെയിലത്ത് 1 മണിക്കൂർ കുപ്പിയോടുകൂടി ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ അടപ്പൊന്ന് തുറന്ന് വെച്ച് കൊടുക്കണം. അങ്ങനെ നമുക്ക് 3 വർഷം വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു കടുമാങ്ങ അച്ചാർ. നമുക്കിത് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. തണുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുപ്പികളിലാക്കി വയ്ക്കുക. അച്ചാറെല്ലാം വയ്ക്കപ്പോൾ പണ്ടത്തെ രീതിയിലല്ല, ഇപ്പോഴെല്ലാം നമ്മൾ പണ്ടത്തെ രീതിയിൽ അത്രയും നമ്മൾ സൂക്ഷിച്ചല്ല വയ്ക്കുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ ഗ്ലാസ് ബോട്ടിലുകളിലാണ് അച്ചാർ സൂക്ഷിക്കാറുള്ളത്. പ്ലാസ്റ്റിക്കിൽ കഴിവതും സൂക്ഷിക്കരുത്.
അതുപോലെ സ്റ്റീലിൽ ഒന്നും ഉപയോഗിക്കരുത്. കണ്ടില്ലേ, നമ്മൾ അച്ചാറെല്ലാം റെഡി ആയിട്ടുണ്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളും വീട്ടിലുണ്ടാക്കി വെക്കണം. ഇപ്പോഴും മാങ്ങയുടെ സീസണാണ്. കൊറോണ എല്ലാം ആണോ, അതുകൊണ്ട് വളരെ സുരക്ഷിതമായിരിക്കുക. എല്ലാവർക്കും സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എനിക്ക് സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്. ബൈ.